ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ നോർത്ത് സോണിൻ്റെ പ്രാധാന്യം നമ്മളെപ്പോഴും ഒരുപാട് വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗസ്റ്റ് റൂം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് റൂം എന്നൊരു സംഭവം കൊടുക്കാറുണ്ട്. അതായത് ഒരു ലോഞ്ച് അല്ലെങ്കിൽ ഗസ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഗസ്റ്റുകൾ വന്നാൽ ആദ്യം ഇരിക്കുന്ന സ്ഥലം ഗസ്റ്റ് ലോഞ്ച്. ഇതൊരിക്കലും നോർത്ത് സോണിൽ വരാത്ത രീതിയിൽ, നോർത്ത് സോണാണ്, ഞാൻ നോർത്ത് ഈസ്റ്റ് സോണല്ല പറയുന്നത്, നോർത്ത് സോണിൽ കഴിയുന്നതും വരാതിരിക്കാൻ നോക്കുക. കാരണം അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് റൂം, നോർത്തിൽ ഗസ്റ്റ് റൂം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒരു ഗസ്റ്റിനെ പോലെ വന്നു പോകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് അവസരങ്ങൾ വരും, മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിന് അവസരങ്ങൾ വരും, പക്ഷേ പെട്ടെന്ന് തന്നെ അത് മാറും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ അവസരം ഗ്രാബ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസൾട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഗസ്റ്റ് റൂമുകൾ എപ്പോഴും നോർത്ത് സോണിൽ കൊടുക്കുന്നതൊന്ന് നിങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഗസ്റ്റ് ലോഞ്ച് എപ്പോഴും കുറച്ച് മാറ്റി എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട്, അത് ഞാൻ വേറെ വീഡിയോകളിലൊക്കെ ഗസ്റ്റ് റൂം കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു നോർത്ത് സോണിൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിയുന്നത്. നോർത്ത് സോൺ നമ്മുടെ ഒരു എനർജി ടാപ്പിംഗ് പോയിൻ്റാണ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. കുബേരസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മണി എനർജി ടാപ്പിംഗ് പോയിൻ്റാണ്. അവിടെ ഒരു ഗസ്റ്റ് റൂം കൊടുത്ത് ഗസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ടാപ്പിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ലെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഗസ്റ്റിനെ പോലെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. ഇതൊരു ഒബ്സർവേഷനാണ്. മോഡേൺ വാസ്തുവിലെ സ്റ്റഡിയിൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. മോഡേൺ വാസ്തു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ വാസ്തു പ്രിൻസിപ്പിൾസിനെ റിയൽ ടൈം, അതായത് ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ചറിന് പാരലായിട്ട് നമ്മൾ അതിനെ ബ്ലെൻഡ് ചെയ്ത് ആർക്കിടെക്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന ചില പോളിസീസാണ്. അപ്പോൾ അത് നമുക്ക് മാക്സിമം അത് പാലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ഒരുപാട് കമ്പാരിസൺസ് ഉണ്ട്. കുറേ പാറ്റേൺസ് പല സ്ഥലത്തും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസിലേക്ക് വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ എത്തുന്നവരെ നന്ദി, നമസ്കാരം.